നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നുമായിരിക്കുമെന്ന് KPCC മുൻ ജനറൽ സെക്രട്ടറിയും UDF നിയോജക മണ്ഡലം കൺവീനറുമായ MP ജാക്സൺ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ അനുകൂല സാഹചര്യം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടാകണം. UDFിന്റെ സംസ്ഥാന നേതൃത്വത്തോട് പ്രാഥമികമായി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 തവണ മത്സരിച്ച് പരാജയപ്പെട്ടവർ വീണ്ടും മത്സരരംഗത്തിറങ്ങുന്നതിനോട് യോജിപ്പില്ല. പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുത്തു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ എന്ന് MP ജാക്സൺ ചൂണ്ടിക്കാട്ടി. നഗരസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു. തന്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് UDFിന്റെ വിജയമെന്നും ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും വിശ്വാസത്തിലെടുത്തും സുതാര്യമായ ഭരണമാണ് UDF ആഗ്രഹിക്കുന്നതെന്നും MP ജാക്സൺ പറഞ്ഞു. ഞങ്ങളൊരു പ്രകടനപത്രികയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ പ്രകടനപത്രികയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെയുള്ള പട്ടണമായിരിക്കും ഇരിഞ്ഞാലക്കുട ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തലമുറയുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണം വേണം എന്ന് ആ പ്രകടനപത്രികയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രകടനപത്രിക അനുബന്ധമായിട്ട് ഇപ്പോൾ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 43 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തിൻ്റെ ഈ പട്ടണത്തിന് ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തെ വിമർശിക്കാനല്ല. അവർക്ക് അവരുടെ വാർഡിൽ പ്രവർത്തിക്കുന്നു, അവരുടെ പട്ടണത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഐശ്വര്യം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാനാണ് അവരെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ എനിക്കറിയാം, ഒരു ഭരണം എന്ന് പറയുന്ന ഒരു ഗവേണൻസ് ആണ്. എല്ലാവരുടെയും വിശ്വാസത്തിലെടുത്ത് കൗൺസിലർമാരും വിശ്വാസത്തിലെടുക്കണം. അതോടൊപ്പം തന്നെ ജീവനക്കാർ. കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് ജീവനക്കാർക്ക് ആത്മവിശ്വാസത്തിന് വലിയ കുറവുണ്ട്. കാരണം ചേരി തിരിഞ്ഞ് കൗൺസിലർമാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സംശയിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതി കൈവരിക്കുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തി അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള പ്രോത്സാഹനം, അതിലൊരു ചേരിതിരിഞ്ഞ് പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് എല്ലാ കൗൺസിലർമാരും അവർ ഒരുമിച്ചൊരു ടീമായി പ്രവർത്തിക്കേണ്ടവരാണ് എന്നാണ് ബോധ്യം ഉണ്ടാക്കി കൊടുത്ത് നന്നായി പ്രവർത്തിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാൻ കരുതുന്നു. ആളുകൾ ഗ്രാമപഞ്ചായത്ത് ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ്. 24 വാർഡുകളുടെ പഞ്ചായത്തുണ്ട്. അപ്പോൾ നഗരസഭയും ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടിൻ്റെയും വിജയത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിൻ്റെ 50% വോട്ടർമാരുടെ നില, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട്. 50% വോട്ടർമാർ ഈ 2 പ്രദേശത്തൂടെ 60,000-ലധികം വരുന്നു. നമ്മുടെ 60,000-ലധികം വരുന്ന ജനസംഖ്യ 1,20,000-ഓളം 2.5 ലക്ഷം വോട്ടർമാരിൽ 1.5 ലക്ഷം വോട്ടർമാരുടെ മനോനിലയും അവരുടെ രാഷ്ട്രീയ താല്പര്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഈ മുന്നണി സംവിധാനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ആ മുന്നണിയുടെ അവകാശമൊക്കെ ഞാനില്ലെന്ന് പറയും. പക്ഷേ തുടർച്ചയായി 2 തവണ തോൽക്കുന്ന ഒരു മുന്നണിക്കും ഒരു സ്ഥാനാർത്ഥിക്കും വേണ്ടി ഒരു നിയോജകമണ്ഡലത്തിന് അടിയറവ് വയ്ക്കാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വം തയ്യാറല്ല എന്ന് ഐക്യജനാധിപത്യ നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനവർ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് സ്വീകരിക്കാൻ അവർ മടിക്കുകയാണെങ്കിൽ ഈ നിയോജകമണ്ഡലം നഷ്ടപ്പെടുന്ന UDFിനെ പിന്തുണച്ച് ഇരിഞ്ഞാലക്കുട നഗരസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ 4-ാം വാർഡായ പീച്ചാമ്പിള്ളിക്കോണം വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി വിനിൽ PV, 18-ാം വാർഡായ ചന്തക്കുന്ന് വാർഡിൽ നിന്നും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജോസഫ് ചാക്കോ എന്നിവരാണ് UDFിന് പിന്തുണ അറിയിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ എങ്ങനെ കാണുന്നു? നമ്മുടെ ഒരു യുവാക്കളുടെ ഒരു വിജയമായിട്ട് നമ്മൾ കാണുന്നു. കാരണം യുവാക്കളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. എല്ലാവരും അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നമ്മുടെ. പിന്നെ എല്ലാ പാർട്ടിയിൽ നിന്നുള്ളൊരു കൂട്ടുകാരുടെ ഒരു എല്ലാ പാർട്ടിയിലും എല്ലാ സഹോദരങ്ങളും നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് വിജയം എന്ന് പറയുന്നത്.
താങ്കൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അല്ലായിരുന്നു. ഇനി ഇവിടെ ഞങ്ങളുടെ യു ഡി എഫിനോട് ഒരുമിച്ച് തങ്ങളായിട്ട് പ്രവർത്തിക്കുക, അതെയോ സ്വതന്ത്രമായിട്ട് തുടരും? ഇല്ല, UDF-നോട് ചേർന്ന് പോകാനാണ് നല്ലത്. അവിടെ നിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ തന്നെയാണ്. പാർട്ടി വിളിച്ചാൽ ഞാൻ പോകും. അതിന് ബന്ധപ്പെട്ടിരുന്നു? ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. UDF-ൻ്റെ ഭാഗമാവും? UDF-ൻ്റെ ഭാഗമാവാനാണ് എനിക്ക് താല്പര്യം. തുടർ പ്രവർത്തനം എങ്ങനെയായിരിക്കും? വാർഡിലെ പ്രവർത്തകരുമായി ആലോചിച്ചിട്ട് വാർഡിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. പ്രധാനമായിട്ടും നമ്മുടെ ഈ വാർഡിൽ മാർക്കറ്റാണ് നിലകൊള്ളുന്നത്. ആ മാർക്കറ്റ് വളരെ ക്ലീൻ ആൻഡ് നീറ്റാക്കണമെന്നാണ് വലിയൊരാഗ്രഹം. അതുപോലെ ഈ വാർഡിൻ്റെ സൗന്ദര്യവൽക്കരണമാണ് പൊതുവെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം. വാർഡിൻ്റെ പുല്ലും അതുപോലെ ക്ലീൻ ആൻഡ് നീറ്റാക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം. അതുപോലെ കുടിവെള്ളക്ഷാമം ചെറുതായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഊമോളം നവീകരിക്കണം എന്നുള്ള ആശയം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. അതും മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നതായിരിക്കും. താങ്കൾ കോൺഗ്രസിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്നു. ഇക്കുറി UDF കേവലം 10 വർഷത്തിന് ശേഷം കേവല ഭൂരിപക്ഷത്തിന് മതിയായിരുന്നു. എങ്ങനെ കാണുന്ന വിജയം? നല്ലൊരു വിജയമായിട്ടാണ് കാണുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ ലീഡർ MP ജാക്സന്റെ നേതൃത്വം തന്നെയാണ്. ഇത്ര മികച്ച ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിനെ വിജയിപ്പിക്കാൻ സാധിച്ചു. ഇരിഞ്ഞാലക്കുടയുടെ സാംസ്കാരികോത്സവമായ വർണ്ണക്കുട 2025-ന്റെ സ്വാഗത സംഘം ഓഫീസ് കഥകളി ആചാര്യൻ കലാനിലയം രാഘവനാശാൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർണ്ണക്കുട ജനറൽ കൺവീനർ ജോസ് J. ചിറ്റിലപ്പിള്ളി, MP ജാക്സൺ, TK സുധീഷ്, മുകുന്ദപുരം തഹസിൽദാർ സിമീഷ് സാഹു, KS പ്രസാദ്, വിനീത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുള്ള സംഘാടക സമിതി ഓഫീസാണ് ഇപ്പോൾ ഇവിടെ നാം എല്ലാം ചേർന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത്തവണത്തെ ഒരു പരിമിതി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഇലക്ഷന്റെ ഒരു കാലമായിരുന്നു എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏവരും വ്യാപൃതരായിരുന്നത് കൊണ്ട് വേണ്ടത്ര സമയം നമുക്ക് ലഭിച്ചില്ല എന്നൊരു പരിമിതി ഉണ്ട്. എങ്കിൽ പോലും പരമാവധി കൂട്ടായ്മയോടെ ഒത്തുപിടിച്ച് ഏറ്റവും ഭംഗിയായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിൽക്കാം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മികച്ച പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുക എന്നതോടൊപ്പം തന്നെ ഇത്തവണ യശസ്വരീതനായ അഭിനയ പ്രതിഭ ശ്രീ ഇന്നസെന്റിന്റെയും സംഗീത മേഖലയിലെ പ്രതിഭയായിരുന്ന ജയചന്ദ്രന്റെയും രണ്ടുപേരും ഇരിഞ്ഞാലക്കുടക്കാരാണല്ലോ. അവരുടെ അനുസ്മരണാർത്ഥം 2 അവാർഡുകൾ, ഒന്ന് ഇന്നസെന്റ് അവാർഡ് എന്നുള്ള നിലയ്ക്ക് അഭിനയ മേഖലയിൽ ചാതുരി തെളിയിച്ച ഒരു യുവാവിനോ യുവതിക്കും, അതുപോലെ ഗായകൻ അല്ലെങ്കിൽ മ്യൂസിഷ്യൻ എന്നുള്ള നിലയിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയിട്ടുള്ള യുവ സംഗീതജ്ഞൻ അല്ലെങ്കിൽ യുവ ഗായകൻ ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണം. ജയചന്ദ്രന്റെ അനുസ്മരണാർത്ഥമുള്ള അവാർഡിനായിട്ട്. വന്നതിന് ശേഷമാണ് ഞാൻ അതിലൂടെ ഭൂരിപക്ഷം പേർക്കും അറിയാം കലാകാരനായി വളർന്നതും എന്നെ വളർത്തിയതും ഇരിങ്ങാലക്കുടക്കാരാണെന്നുള്ളതാണ് പരമമായ സത്യം. അതിൻ്റെ പ്രധാനമായ കേന്ദ്രം ഗുണായിവാര്യ സ്മാരക കലാനിലയമാണ്. അവിടുത്തെ അന്നത്തെ ഭരണാധികാരികളും പിന്നെ മറ്റ് ഈ നാട്ടിലുള്ള കലാ ആസ്വാദകരും എല്ലാവരും തന്നെ എന്നെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അവരുടെ തണലിലാണ് ഞാൻ വളർന്നു വന്നത് എന്നെനിക്ക് നിസ്സംശയം പറയാം. കേരള ലേബർ മൂവ്മെന്റ് ഇരിഞ്ഞാലക്കുട രൂപതാ വാർഷികവും മെഡിക്കൽ കിറ്റ് വിതരണവും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോൾസീനിയോർ ജോസ് മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ജോയ് ഗോതുരുത്ത് മുഖ്യ അതിഥിയായിരുന്നു. ഫാദർ ജോസ് പുല്ലുപറമ്പിൽ, KLM സംസ്ഥാന പ്രസിഡന്റ് ജോസ് മാത്യു ഊക്കൻ, ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ, രൂപതാ പ്രസിഡന്റ് ബാബു തോമസ്, സെക്രട്ടറി ജോസഫ് പുതുപറമ്പിൽ,
ട്രഷറർ ജെയ്സൺ കല്ലേലി, പ്രോഗ്രാം കൺവീനർ സുനിൽ ചെരടായി, വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ വർഗീസ്, ഷിജു TJ, ജോണി KV, ജിജു പരുത്തിപ്പറമ്പിൽ, ജിജു മുനിപ്പാറ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ വിജയിച്ചു വന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായിട്ടുള്ള മംഗളങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ്. ഈശോ പഠിപ്പിച്ചിരിക്കുന്നത് മലയിലുയർത്തിയ പട്ടണം പോലെ ശോഭിക്കണമെന്ന്, ഉപ്പ് പോലെ സമൂഹത്തിന്റെ കെടുതികളിൽ നിന്ന് സംരക്ഷിക്കാൻ മുൻപന്തിയിലുണ്ടാകണമെന്ന്, പുളിമാവ് പോലെ രുചി പകരാനായിട്ട് എന്നും ഉണ്ടാകണമെന്നുള്ളത്. ഇത് ക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക, എനിക്ക് സാക്ഷികളാകുക. മലയിലുയർത്തിയ പട്ടണം പോലെ ദിശാബോധം നൽകാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ ദർശനങ്ങൾ എല്ലാ തലങ്ങളിലും പ്രകടമാകണം. ആത്മീയ തലത്തിൽ വേണം, രാഷ്ട്രീയ തലത്തിൽ വേണം, സാമൂഹ്യ തലത്തിൽ വേണം, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ വേണം, സംസ്ഥാന തലത്തിൽ വേണം. എല്ലാ തലങ്ങളിലും സാമൂഹിക, സാംസ്കാരിക, കലാ കായിക രംഗങ്ങളിലൊക്കെ അത് പ്രകടമാണ്. സഭയുടെ ഈ പ്രതിബദ്ധതയാണ് KLM സ്ഥാപിക്കപ്പെടുവാനും KLM പ്രവർത്തിക്കുവാനും ഇടയാകും. മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ TV ചാർലിയുടെ കുറുമ്പശ്ശേരിയിലുള്ള വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുമ്പശ്ശേരി സ്വദേശി ഐനിയിൽ വീട്ടിൽ മഹേഷ്, സഹോദരൻ മനീഷ് എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സംഭവത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇരിഞ്ഞാലക്കുട മടത്തിക്കരയിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണമടഞ്ഞു. പുല്ലൂർ ഊരകം പനങ്ങാട്ടിൽ വീട്ടിൽ ചന്ദ്രഹാസനാണ് മരണമടഞ്ഞത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന ബൈക്കിലിടിച്ചാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രഹാസനെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.